അങ്ങനെ പെരുന്നാളാഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയാണ്. MRയിലാണേ വന്നിട്ടുള്ളത്. ജസ്റ്റ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു വന്ന ആളിവിടെ ഷവർമയുടെ അടുത്ത് നിപ്പുണ്ടായിരുന്നേ. ഷവർമ വേണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഷവർമയിലൊന്നും വലിയ താല്പര്യമില്ലേ, ഞാനങ്ങനെ ഷവർമ കഴിക്കുന്ന ആളുമല്ല. പിന്നെ ഒരു സത്യം പറയട്ടെ, ഇവന്റെ ഈ ചായ കൂടി കാരണമാണ് ഇപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം. എന്താന്ന് നമ്മുടെ ലവ് സ്റ്റോറി പകുതിയെങ്കിലും കണ്ടവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും എന്തോ വലിയ സംഭവം പോലെയാണ് പുള്ളി ഇതൊക്കെ നോക്കി നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഇതൊന്നും ചെയ്തു തരാൻ വേണ്ടിയിട്ടല്ല, ഒരു കൊതിക്ക് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ കയ്യിൽ കിട്ടിയ ഷവർമയും കൊണ്ട് ഒരു സ്ഥലം നോക്കി പിടിച്ചു. അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഷവർമയുടെ പൊതി തുറന്നപ്പോൾ അണ്ട്രാ എനിക്കും കഴിക്കാൻ ഒരു കൊതി. അങ്ങനെ ഞാൻ ഒരു കടി കടിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ അവൻ എനിക്ക് തരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ സ്നേഹമുള്ളതായതുകൊണ്ട് എനിക്ക് കുറച്ച് തന്നു കേട്ടോ. അങ്ങനെ ഞാനിന്ന് കടിച്ചു നോക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തോ. കുറച്ച് കൂടുതൽ ഞാനാണ് കഴിച്ചത്. എനിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാവത്തിന് കഴിക്കാൻ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി മുഴുവനും ഞാൻ തന്നെയാണ് തീർത്തത്. അങ്ങനെ കഷ്ടപ്പെട്ട് നോക്കി നിന്ന് വാങ്ങിച്ച ഷവർമ കഴിക്കാൻ പോലും കിട്ടാത്തതിൻ്റെ സങ്കടം ആ മുഖത്തില്ലെന്ന് എനിക്ക് തോന്നിയോ? അപ്പം ഞാൻ എന്തെടുത്തു, ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം വീട്ടിൽ നിന്നു. അടുത്തതും കിട്ടി കേട്ടോ. ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഷവർമയൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷെ എന്തോ എന്ന് എനിക്കറിയില്ല, എനിക്കിത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ വാങ്ങി. അങ്ങനെ ഒരു പാഴ്സൽ വാങ്ങി നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടേ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് വേണേ.